അപ്പോൾ ഹലോ ഗായ്സ്, അങ്ങനെ ലാലിക ഇന്നലെ ബാർസലോണ വിസ്റ്റ് എസ്പാനിയോൾ മത്സരത്തിൽ ആധികാരികമായ വിജയം 4-1 വിജയമാണ്. സോ 9 പോയിൻറ്റ്സ് ലീഡാണ് ബാർസലോണയ്ക്ക് ഇപ്പോൾ ലാലിഗയിൽ. കംഫർട്ടബിളായിട്ട് തന്നെ നമ്മൾ ലാലിഗ അടിക്കുമെന്ന് 100% ഉറപ്പായിരിക്കുന്നു. എന്തായാലും ഇനിയും റയൽ മാഡ്രിഡ് പോയിൻറ്റ്സ് ഇനിയും ഡ്രോപ്പ് ചെയ്യുന്ന ഉറപ്പാണ്. ബാർസലോണ ഡ്രോപ്പ് ചെയ്യുന്ന സാധ്യത കുറവാണ്. ഇപ്പം ചെയ്താൽ പോലും പോയ ഒരു 2-3 പോയിൻ്റൊക്കെ ബാർസലോണ ഡ്രോപ്പ് ചെയ്യാൻ സാധ്യത പോയിൻറ്റ്സിന് സാധ്യതയില്ല. എന്തായാലും മത്സരത്തിൽ വരുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ പ്യൂർ ഡോമിനേഷൻ ആയിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ എസ്പാന ഒരു ഗോൾ അടിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു ഗോൾ അടിച്ചു. 2-1 എന്ന ഒരു സിറ്റുവേഷൻ ആയപ്പോൾ എസ്പാനയ്ക്ക് നല്ല പ്രഷർ ഇട്ടു. പിന്നെ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് വന്നു. ആ സബ്സ്റ്റിറ്റ്യൂഷൻ വന്ന ശേഷം പിന്നെ ലാസ്റ്റ് 88 മിനിറ്റൊക്കെ ആയപ്പം പെട്ടെന്ന് 3 ഗോൾ അങ്ങ് വരികയായിരുന്നു. പക്ഷേ 3 അല്ല, 2 ഗോൾ. ഒരെണ്ണം യമാലിൻ്റെ വക, ഒരെണ്ണം റാഷ്കോൻ്റെ വക. അതുപോലെ ഇപ്പോൾ നമ്മൾ കളി സീൽ ചെയ്തു, ഈസിലി വിൻ. ആൻഡ് ആ വിജയത്തോടെ ബാർസലോണ ലാലിഗ ഉറപ്പിച്ചെന്ന് തന്നെയാണ് അവരുടെ മെൻറ്റാലിറ്റി. അങ്ങനെ തന്നെയായിരുന്നു. ആൻഡ് ഫാൻസ് എല്ലാം കപ്പ് അടിച്ചിരിക്കുന്നൊരു ഫീൽ തന്നെയാണ്. നമ്മളിനിയും ഒരിക്കലും വിട്ടു കൊടുക്കത്തില്ല. നമ്മൾ ആർസനൽ പോലെ അല്ലല്ലോ. ആർസനലിൻ്റെ കാര്യം വരുവാണെങ്കിൽ അവിടെ 2-1 ബോൾ മുന്നിൽ തോറ്റിരിക്കുകയാണ്. അപ്പോൾ ആർസനൽ പണിയുണ്ട്. പക്ഷേ നമ്മൾ ലാലിഗ പിടിച്ചു. ആൻഡ് അത്ലറ്റിക് മാഡ്രിഡ് അവിടെ ലാലിഗ തോറ്റിട്ടുണ്ടായിരുന്നു. മെയിൻലി അത്ലറ്റിക് മാഡ്രിഡ് മെയിൻ പ്ലേയേഴ്സൊന്നും കളിപ്പിച്ചില്ല. ബാർസലോണയ്ക്ക് വേണ്ടി എല്ലാവരും തയ്യാറാക്കും. സോ അപ്പോൾ ഇനിയും നമ്മുടെ ടാർഗറ്റ് അത്ലറ്റിക് മാഡ്രിഡിനെതിരെ വിജയിക്കണം, ഒരു കംബാക്ക് വിജയം. ഓൾറെഡി 2 ഗോൾ ലീഡ് അവർക്കുണ്ട്. സോ അതാണ് ഇനി നമ്മുടെ ലക്ഷ്യം. 15-ാം തീയതിയാണ് UCL. സോ വെരി ഇമ്പോർട്ടൻറ്റ് മാച്ച് ആൻഡ് come on guys, let's do it.